1995 മാർച്ചിലാണ് വിതുര കേസിനാസ്പദമായ സംഭവം നടന്നത്. 43 കേസുകളിൽ 15 എണ്ണമാണ് ഇനി വിചാരണ പൂർത്തിയാകാനുള്ളത്. ഈ കേസുകളുടെ വിചാരണ പൂർത്തിയാകണമെങ്കിൽ പെൺകുട്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകണം. എന്നാൽ കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി ഹാജരായില്ല. അതുകൊണ്ടാണ് 2-ാം തീയതി ഹാജരാകണമെന്ന് ഇപ്പോൾ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പെൺകുട്ടിക്ക് ശാരീരിക പ്രശ്നവും മുലയൂട്ടുന്ന കുഞ്ഞുമുള്ളതിനാലാണ് കോടതിയിലെത്താൻ സാധിക്കാതിരുന്നതെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജഗോപാൽ പടിപ്പുരക്കൽ കോടതിയിൽ പറഞ്ഞു. പെൺകുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കോടതിയിൽ നിന്ന് മൊഴി പറയാൻ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. പെൺകുട്ടിക്ക് ഫീഡിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയുണ്ടെന്നും അതുകൊണ്ട് എല്ലാ കേസുകളും ഒരു ദിവസം തന്നെ ഈ 15 കേസുകൾ ഒറ്റ ദിവസത്തേക്കാക്കി കൊടുത്ത് വിചാരണ തുടരണമെന്നുള്ള അപേക്ഷയാണ് കോടതി മുമ്പാകെ പെൺകുട്ടി സമർപ്പിച്ചത്. ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖരുൾപ്പെട്ട കേസാണിത്. എന്നാൽ ജഗദീഷ് ശ്രീകുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇപ്പോൾ ആലുവ നഗരസഭാ ചെയർമാൻ ജേക്കബ് മുത്തേടൻ ഉൾപ്പെടെ 35 പേർ പ്രതികളായ കേസിന്റെ വിചാരണയാണ് പൂർത്തിയാവാനുള്ളത്. പെൺകുട്ടി ഹാജരായാൽ 5 ദിവസം കൊണ്ട് കേസിന്റെ വിചാരണ പൂർത്തിയാക്കാമെന്നും ഇന്ന് കോടതി പറഞ്ഞു. മീഡിയ 1 കോട്ടയം.